നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴോ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ കൺഫ്യൂഷനാണ് ഇത് എന്ത് ടൈപ്പ് ഓഫ് എൻറ്റിറ്റി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ലീഗൽ സ്ട്രക്ചറാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മുടെ മുൻപിൽ ഒരു പാർട്ണർഷിപ്പ് ഉണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഉണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും ഇതിൽ ഏതാണ് നമുക്കുള്ള റൈറ്റ് സ്ട്രക്ചർ എന്നുള്ളത്. ഇതിൽ പലരും ഞങ്ങളുടെ അടുത്ത് ബിസിനസ് രജിസ്റ്റർ ചെയ്യാൻ വരുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് മതി, കാരണം പാർട്ണർഷിപ്പിൻ്റെ പ്രോബ്ലംസ് ഒന്നും അതിനില്ല താനും, എന്നാലോട്ട് കമ്പനിയുടെ ബെനിഫിറ്റ്സ് ഉണ്ട്, റെഗുലേറ്ററി കംപ്ലയിൻസ് കോസ്റ്റ് കുറവാണ്, അപ്പോൾ നമുക്കൊരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. ഇവർ പലരും ഒരു കോസ്റ്റ് ആണ് ഇതിൻ്റെ അകത്ത് എൻറ്റിറ്റി ചൂസ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് കണക്കാക്കുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ LLPക്ക് ഉണ്ട്. അതിലൊന്നാണ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. നോർമൽ പാർട്ണർഷിപ്പിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള 30% ടാക്സ് റേറ്റ് തന്നെയാണ് LLPക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരു കമ്പനിയുടെ കേസിൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ ഒരു ലിമിറ്റ് കമ്പനീസ് ആക്ട് 2013 ഫിക്സ് ചെയ്തിട്ടില്ല. അതേസമയം പാർട്ണർഷിപ്പിനോ അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിനോ ഒരു പാർട്ട്നേഴ്സ് റെമ്യൂണറേഷൻ ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇൻകം ടാക്സ് ആക്ടിൽ. അപ്പോൾ ആ ലിമിറ്റ് എന്ന് പറയുന്നത് അപ് ടു 6 lakh റുപ്പീസാണ് പ്രോഫിറ്റ് എങ്കിൽ അതിൻ്റെ 90% ആണ് നമുക്ക് റെമ്യൂണറേഷൻ ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നത്. അതിന് എബോവ് 6 lakh ഉണ്ടെങ്കിൽ 6 lakhൻ്റെ 90%ഉം 6 lakh എക്സീഡ് ചെയ്ത എമൗണ്ടിൻ്റെ 60% നമുക്ക് റെമ്യൂണറേഷൻ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത് നമ്മുടെ ഇൻഡിവിജ്വൽ സ്ലാബ് ടാക്സ് ചെയ്യപ്പെടുകയും ഈ പറഞ്ഞതിന് എക്സസ് വരുന്ന എമൗണ്ട് പാർട്ണർഷിപ്പിൽ ടാക്സ് ചെയ്യപ്പെടുകയും, അതായത് പാർട്ണർഷിപ്പിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 30% ആണ്. അതിൻ്റെ സെസ് എല്ലാം കൂടി ആഡ് ചെയ്ത് വന്നിട്ട് പാർട്ണർഷിപ്പിൽ ടാക്സ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ ടാക്സേഷൻ ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ണർഷിപ്പിനെയും LLPയെക്കാളും ബെറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തന്നെയാണ്. ഇത് കൂടാതെ വരുന്ന ഒരു പ്രോബ്ലമാണ്, രണ്ടാമത്തെ ഒരു ഡീമെറിറ്റാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൻ്റെ വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഇപ്പോൾ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർക്ക് ഈസിലി ഇതിലേക്ക് വരാൻ സാധിക്കും. അതിന് കമ്പനിയുടെ ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുത്താൽ മതി. LLP ആണെങ്കിൽ ഒരു ഡീഡാണ് അതിനെ ഗവേൺ ചെയ്യുന്നത്. LLPയുടെ ബൈബിൾ എന്ന് പറയുന്ന ഒരു ഡീഡാണ്, LLP ഡീഡാണ്. പാർട്ണർഷിപ്പ് പോലെ തന്നെ LLP ഡീഡുണ്ട്. ഈ ഡീഡിലാണ് പാർട്ട്നേഴ്സിൻ്റെ എൻട്രിയും എക്സിറ്റും അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനി പോലെ ഈസിലി വാല്യൂ ചെയ്ത് ഷെയർസ് നമുക്ക് ഇഷ്യൂ ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിലും LLPക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. മറ്റ് പല കാര്യങ്ങൾ നോക്കിയാൽ LLP ബെനിഫിഷ്യലാണ് താനും. അപ്പോൾ ഒരു എൻറ്റിറ്റി ടൈപ്പ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ കൺസൾട്ടൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം, അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോസ് ആൻഡ് കോൺസ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തുക.